അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും, ജസ്റ്റ് പ്രോഫിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ എന്ത് ചെയ്യും, അത് ലോസ് ആവാം അല്ലെങ്കിൽ എന്താ ബ്രേക്ക് ഈവൻ ആവാം. ഈ ഒരു അവസ്ഥയിലേക്ക് കൂടി മിക്ക ട്രേഡേഴ്സും ഈ ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ തന്നെ TP ബുക്ക് ചെയ്ത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ആ ഒരു എമൗണ്ട് ബുക്ക് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന് തന്നെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഗോൾഡിൽ അപ്കമിങ് മൂവ്സ്, അതുപോലെ തന്നെ യൂറോ യൂസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച പോലെ ഇന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലോ ഉള്ള പ്രൈസ് ഓപ്പൺ ചെയ്തത് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ മാർക്കറ്റ് ആയിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്തത്. അതായത് എക്സാക്ട്ലി നമുക്ക് എങ്ങനെയാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആൻഡ് ലാസ്റ്റ് ഡേയ്സ് പ്രൈസ് ഒരു ബൈ കൺഫർമേഷൻ കിട്ടിയിട്ടാണ് അവിടെ പ്രൈസ് നിന്നിരുന്നത്. അതുപോലെ തന്നെ പ്രൈസ് അഗെയിൻ ഒരു ഏഷ്യൻ സെഷനിലേക്ക് വന്നപ്പോൾ ഈ കാണുന്ന ഒരു 1 hour ഡിമാൻഡിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം അവിടെ പ്രൈസ് മൂവ് ചെയ്തൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ, അതായത് ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ഹൈ ക്യാൻഡിൽ, അതായത് ഫ്രൈഡേ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലെ ഹൈ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡ് റിയാക്ഷൻ തന്നിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി ബിൽഡിങ്ങും പ്രൈസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൈ കണ്ടിന്യൂഷൻ തന്നെ നോക്കാം. ആൻഡ് ഈ കാണുന്ന ഒരു 4276 ലെവൽ വരെ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. അതിനുശേഷം നമുക്കൊരു മേജർ സെൽ ഏരിയ വരുന്നത് ഈ കാണുന്ന ഒരു സപ്ലൈ ലെവലാണ് 4312. ആൻഡ് അതിൻ്റെ മുകളിൽ ആൻഡ് 4353 എന്നുള്ള ലെവലും നമുക്കൊരു സപ്ലൈ ലെവൽ സിറ്റിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന 4278 ലെവലിൻ്റെ മുകളിൽ നിന്ന് ഏതൊരു ഏരിയയിൽ നിന്നും ബൈ എടുക്കുന്നത് സേഫ് ആയിരിക്കില്ല, കാരണം സെല്ലായിരിക്കും പിന്നെ മാർക്കറ്റിന് പ്രിഫറൻസ് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി റണ്ണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാത്രം ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുക. ആൻഡ് ഒരു ഇന്നും നാളെയൊക്കെ ആയിട്ട് എന്താ ബൈ ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുന്നതായിരിക്കും ഗോൾഡിൽ സേഫ്. ആൻഡ് സെല്ലിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം, പക്ഷേ നിയറസ്റ്റ് ആയിട്ടുള്ള TPയിൽ ബുക്ക് ചെയ്ത് മാറിയിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഒരു റീസെൻറ്റ് ഹൈയിൽ ഇപ്പോൾ എന്താ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പഠിക്കുക, അതൊരു ഹാബിറ്റാക്കി മാറ്റുക. അപ്പം അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും, ജസ്റ്റ് പ്രോഫിറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പിന്നെ എന്ത് ചെയ്യും, അത് ലോസ് ആവാം അല്ലെങ്കിൽ എന്താ ബ്രേക്ക് ഈവൻ ആവാം. ഈ ഒരു അവസ്ഥയിലേക്ക് കൂടി മിക്ക ട്രേഡേഴ്സും ഈ ഒരു സ്റ്റേജിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ തന്നെ TP ബുക്ക് ചെയ്ത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ആ ഒരു എമൗണ്ട് ബുക്ക് ചെയ്ത് പഠിക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന് തന്നെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്കിനി യൂറോ USDയുടെ ചാർട്ട് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്നൊരു ലെവൽ ഒരു ലിക്വിഡിറ്റി ലെവലാണ്. സോ അതെടുത്തതിന് ശേഷം മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു മേജർ ലിക്വിഡിറ്റി ലെവലുണ്ട്. ഇപ്പോൾ നോക്കുന്നതാണ്, ഇപ്പോൾ ആണെങ്കിൽ എന്താ ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതൊരു ലെവലിൽ നിന്നാണ് ഇനി ഒരു ബൈ നോക്കാം. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയ 1.1436 ആ ലെവലിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിലേക്ക് നിങ്ങൾക്ക് ബൈ തന്നെ നോക്കാം. ഒരു ബെറ്റർ ആയിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് 4874, അതായത് 14784 എന്നുള്ള ലെവൽ തന്നെയാണ് ബെറ്റർ ആയിട്ട് ടാർഗറ്റ്. അതിന് മുകളിൽ നമുക്കൊരു ഓർഡർ ഫ്ലോ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ സെൽ ഓപ്പർച്യൂണിറ്റി തന്നെ ഗ്രാബ് ചെയ്യാം. എപ്പോഴും ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന അടുത്ത ലിക്വിഡിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ നിങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാം മോർ ദാൻ സെൽ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയൊരു ന്യൂയോർക്ക് സെഷൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈ സൈഡിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾ സെഷൻ ബേസ്ഡ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെഷൻസിൻ്റെ ലോ എടുത്തതിന് ശേഷം സെഷൻ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷമുള്ള ട്രേഡ്സ് നോക്കുന്നതിൽ കുറച്ചും കൂടി ബെറ്റർ RR കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ഗോൾഡിലെയും യൂറോ യൂസിലെയും വ്യൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ടുഡേ. നമുക്ക് നാളെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് പിന്നെ നാളെ നമുക്ക് എന്താ ഇതിൻ്റെ ഒരു അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.